നിങ്ങൾക്കറിയാം 45 കൊല്ലമായിട്ട് കോഴിക്കോടിൽ പ്രവർത്തിക്കുകയാണ്. എല്ലാ കൊല്ലവും ഞങ്ങൾ ആംഗ്യഭാഷാ ദിനം ആചരിക്കാറുണ്ട്. ഈ കൊല്ലം വേൾഡ് ഇന്റർനാഷണൽ ഡേ ഓഫ് സൈൻ ലാംഗ്വേജ് 23 സെപ്റ്റംബറിനാണ് ഇവിടെ നമ്മൾ ആചരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആംഗ്യഭാഷാ ദിനം ആക്ച്വലി യുനെസ്കോ ആണ് പ്രഖ്യാപിച്ച ഒരു ദിനമാണ്. പറഞ്ഞാൽ വേൾഡ് ഇന്റർനാഷണൽ ആണ്. പക്ഷേ ഇന്ത്യയിൽ ഒഫീഷ്യലായിട്ട് എവിടെയും ആചരിക്കുന്നില്ല. സെൻട്രൽ ഗവൺമെൻറ് ലെവലിലോ എൻ്റെ അഭിപ്രായം ഇല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇല്ല എന്നാണ് തോന്നുന്നത്. നമ്മുടെ ഒരു ആവശ്യം ആംഗ്യഭാഷാ ദിനം സർക്കാർ തലത്തിൽ ആചരിക്കണം. ഈ കൊല്ലം നിങ്ങൾ പല പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡ്രീം ഓഫ് ഫസ്റ്റ് എന്ന ഒരു സംഘടനയുടെ കൂടെയാണ് സംയുക്തമായിട്ട് ഇത് ആചരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ സൈൻ ലാംഗ്വേജിൻ്റെ പ്രസക്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് ലാംഗ്വേജ് ഇല്ല, ഏത് ഭാഷക്കാരും ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. ഏറ്റവും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ടൂളാണ് സൈൻ ലാംഗ്വേജ്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ പ്രചരിപ്പിച്ചാൽ എല്ലാവർക്കും വേണ്ടി ഗുണം കിട്ടും. അപ്പോൾ ഈ സമ്മേളനത്തിൽ നമ്മുടെ ഡെഫ് അസോസിയേഷൻ്റെ ബാലകൃഷ്ണൻ ഉണ്ട്, CK ബാലകൃഷ്ണൻ, പിന്നെ നമ്മുടെ അബ്ബാസ് ഉണ്ട്, പിന്നെ ഡ്രീം ഓഫ് ഫോസിൻ്റെ ട്രസ്റ്റിയായ സന്ദീപ് ഉണ്ട്. അദ്ദേഹം കുറച്ചുകൂടി വിശദമായിട്ട് പരിപാടികൾ നിങ്ങൾക്ക് പറഞ്ഞു. മലബാർ അസോസിയേഷൻ ഓഫ് ദ ഡഫ്, അതായത് കേരളത്തിലെ തന്നെ ഡഫ് കമ്മ്യൂണിറ്റിയുടെ ആദ്യത്തെ സംഘടനയാണ്. 45 കൊല്ലത്തോളം ആയി ആ സംഘടന നിലവിൽ വന്നിട്ടുണ്ട്. ഡഫിന്റെ ഒരുപാട് റൈറ്റ്സിന് വേണ്ടി അവർ പോരാടിയിട്ടുണ്ട് കേരളത്തിൽ. ഈവൺ അവരുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞത് ഈ ഒരു അസോസിയേഷന്റെ പോരാട്ടത്തിലൂടെയാണ്. അപ്പൊ അവര് ഇപ്പൊ പുതിയൊരു കാര്യം മുന്നോട്ട് വെക്കുകയാണ്. അതായത് ഈ ഡഫ് ഡേ സർക്കാർ തലത്തിൽ ആചരിക്കണമെന്ന്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം 21 തരത്തിലുള്ള ഡിസേബിലിറ്റീസ് ഉണ്ട്. ഈ 21 തരത്തിലുള്ള ഡിസേബിലിറ്റിയിൽ ഡഫ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് ഉള്ള ഒരേ ഒരു ബാരിയർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ബാരിയറാണ്. ഈ കമ്മ്യൂണിക്കേഷൻ ബാരിയർ മാറ്റാൻ വേണ്ടി അവർക്ക് സ്വന്തമായിട്ട് ലാംഗ്വേജ്, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ്, ആ ലാംഗ്വേജ് അതിന്റെ ബേസിക് ആയ കാര്യങ്ങൾ എല്ലാ ആളുകളിലേക്കും എത്തിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് ഈ ഒരു ബാരിയറിനെ മറികടക്കാൻ പറ്റും. ഇപ്പൊ നമുക്കറിയാം